ചങ്കള എന്താ പാട് ഞാനിപ്പോ എന്നുള്ളത് എന്റെ മുതലാളിയുടെ ഈത്തപ്പഴത്തോട്ടത്തിലാണ് ഉള്ളത്. ഇപ്പൊ ഈ റത്തബ് എന്ന് പറയുന്ന ഈത്തപ്പഴം ഏകദേശം കഴിഞ്ഞു. അതായത് ആ കരിമ്പോപ്പുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ അത് കഴിഞ്ഞു. അപ്പൊ അതിൽ ഒന്ന് രണ്ട് മരത്തിലുണ്ട്. അപ്പൊ അതൊന്ന് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടുത്തെ വീട്ടാവശ്യത്തിന് വേണ്ടിട്ട് കുറച്ചുകൂടെ നിർത്തിയിട്ടുണ്ട്. ഇത് തോന്നണമാതിരി നിർത്താനൊന്നും പറ്റൂല. പക്ഷെ ഈ മരം റത്തബായി വരുമ്പോഴത്തിന് കുറച്ച് ടൈം എടുക്കും. സെഞ്ചൊക്കെ കയറിയിട്ട് പുറത്തേക്ക് വന്നിക്കണം എന്തായാലും. അപ്പൊ നമുക്ക് മേലെന്ന് കയറി നോക്കാം, എന്നാലേ അതിന്റെ കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. കയറാനുള്ളത് നാട്ടിലെ മാതിരി മരത്തിന്റെ കോണിനെയാണ്. നമുക്കവിടെ പൊത്തി പിടിച്ച് കയറിയിട്ട് വേണം ഇതിന്റെ മൂട്ടിലെ കട്ടൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് നിങ്ങൾക്ക് റത്തബ് കാണിച്ചു തരാനാണ്. ഇത് ഈത്തപ്പഴം കേട്ടോ. അത് ഇങ്ങനെ നിൽക്കുക, അതൊരു പരിധി കഴിഞ്ഞാൽ തിരിച്ചും വെട്ടിയാണ് ഒഴിവാക്കും. ഇങ്ങോട്ട് ആളുകൾക്കാണ് കൊടുക്കുക. അതിന്റെ കെട്ടിങ്ങനെ അയച്ചു നോക്കുമ്പോഴേ വേറെ ലെവലാണ്. അതിന്റെ കളറൊക്കെ നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ കളറാണ്. സത്യം പറഞ്ഞാൽ ഈ തുണിമ പിടിച്ചപ്പോൾ ഒരു പാവാട തുണിമാതിരി ഉണ്ട്. എന്തായാലും അല്ല, ഈത്തപ്പഴം അതിന്റെ ഉള്ളിൽ സേഫ്റ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി കാര്യങ്ങളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി കെട്ടുന്നത്. മുമ്പ് ഒരു പച്ച ഗ്രില്ലേ കെട്ടിയിരുന്നത്, ഒരു നെറ്റ് മാതിരി. അതിപ്പോ മാറ്റി. അതുകൊണ്ട് ഈത്തപ്പഴത്തുമ്പോ പൊടിയും കാര്യങ്ങളൊന്നും കൂടുതൽ പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ തൊള്ളേന്ന് വെള്ളം ചാടും. ഇതിനെപ്പറ്റി അറിയണവർക്ക് നമ്മൾ താങ്ങി പൊടിച്ച് വലിയ അതിർപ്പത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. പെരക്കാർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആ നാട്ടിലെ രാജസ്ഥാന്റെ പഴം തന്നെ പറ്റുള്ളൂ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ചോല പറഞ്ഞിട്ട് കാര്യമില്ല. ഓലിപ്പോ ഗൾഫിലൊന്നുമല്ല ജനിച്ചു വളർന്നിരിക്കുന്നത്. നമ്മളിപ്പോ ഇത് കണ്ട് ശീലമുണ്ട്, നമ്മളിത് തിന്നണമെന്ന് മാത്രം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. ഈത്തപ്പഴം എന്ന് പറയുന്നത് നമുക്ക് എപ്പോ ആണെങ്കിലും കിട്ടും. അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. സ്റ്റോക്ക് ഉണ്ടാവും, സാധനം ഇഷ്ടം പോലെ. ഒരു സീസണിലേ കിട്ടുള്ളൂ. അങ്ങനെ ടൈമിൽ എന്ത് ഒരു ദിവസം 4-5 തിന്നുക. കൂടുതൽ തിന്നരുത്. ചിലപ്പോൾ ഷുഗറൊക്കെ പടം അടിച്ച് കയറിയിട്ട് ഉള്ളതും കൂടി അങ്ങോട്ട് ഇല്ലാതെയോ. ആ ഈത്തപ്പഴത്തിന്റെ തലപ്പത്ത് റൗണ്ട് കണ്ടോ, അള്ളാന്റെ ഓരോ കുതിരത്തെ. ഈത്തപ്പഴത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ പറ്റിയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ചിജ്ജാൻ നോക്കാം. എന്തായാലും കാണുമ്പോ കാണാം. ബൈ.